നമ്മളിപ്പോ ബോയ്സ് പലപ്പോഴും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങള് ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഫോർ ലൈഫ് ടൈം. നിങ്ങൾ ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് പോലെയല്ല ഞങ്ങളുടെ ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ഐ വാസ് ലൈക്ക് വൈ, എന്താണ് അതിന്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ ബോയ്സ് ആണ് കൂടുതലും ഫ്രണ്ട്സ് ഉള്ളത്. ആൻഡ് ഫസ്റ്റ് ചോദിച്ച ആ സ്റ്റേറ്റ്മെന്റിനോട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യത്യാസമുണ്ടോ? ലൈക്ക് അങ്ങനെയൊന്നും അല്ല, എങ്ങനെ? ഗേൾസ് ഫ്രണ്ട്സ് നല്ല ഇതാണെന്ന്. ഒരു വ്യത്യാസമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. കാരണം അത് ഓരോ ക്യാരക്ടറാണ്. ബോയ്സ്, ഗേൾസ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പം ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇതേ ആർഗ്യുമെന്റ് ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിബേറ്റ് ചിലപ്പം ഗേൾസിന്റെ അടുത്ത് കാണുമായിരിക്കാം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ കൂടുതൽ. അപ്പം അതൊക്കെ ഓരോ ആൾക്കാരെ ബേസ് ചെയ്താണ്. ഇപ്പം എനിക്ക് ചിലപ്പം ഒരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം. വേറൊരാൾക്ക് ചിലപ്പം ഒരു ഷോർട്ട് ടേം ഫ്രണ്ട്ഷിപ്പിനോടായിരിക്കും താല്പര്യം. ഇപ്പൊ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, എങ്ങോട്ട് പോകുന്നു പോക്കോ, അത്ര ഉള്ളായിരിക്കാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിന്റെ ഡിഫറൻസ് ആയിരിക്കാം. പക്ഷേ ഞാനിത് മുന്നേയും ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോയ് ഗേൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ആൺകുട്ടികളുടെ അടുത്ത് കൂട്ടുകൂടരുത്, അവൻ അങ്ങനെയല്ല, അവൻ അങ്ങനെയല്ല, അവൻ പെൺകുട്ടികളെ നോക്കുന്നത് ശരിയല്ല, അവൻ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൺകുട്ടികൾ പെൺകുട്ടികളെ എത്രയായാലും ഒരു ലെവൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോഴും എവിടേക്കൊക്കെയോ കേൾക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് ആയി മാത്രം തുടരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ആക്ച്വലി മണ്ടത്തരമാണ്. ഇപ്പം മേ ബി ഒരു ആൺകുട്ടിക്ക് കൃത്യമായ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തുടക്കത്തിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് കാണാം. മേ ബി പുള്ളിക്കാരനൊരു സിസ്റ്റർ ഇല്ലായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെൺകുട്ടികളോട് മിണ്ടാൻ ഒരു ഇന്റർഫറൻസ് കാണത്തില്ല. എങ്ങനെ വേണേ മിണ്ടാം, ആ എടി എന്നാ ഉണ്ട്, അങ്ങനെ വന്ന് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് ഒരു പരിചയമില്ല, അവരുടെ അമ്മ അതിനെ കഴിഞ്ഞ് ഉപരി ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന രീതി അവർക്കത് ഭയങ്കര ചമ്മലായിരിക്കും. എങ്ങനെ ഞാനൊരു പെൺകുട്ടിയോട് ചെന്ന് അങ്ങോട്ട് മിണ്ടുന്നേ എന്നുള്ളത് ഭയങ്കര ഒരു പിടുത്തമുള്ള കാര്യമാണത്. പക്ഷെ അവരോട് ചെന്ന് വളരെ നന്നായിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ എടാ അത് അങ്ങനെയല്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശമായ രീതി ഒരു ചെറുക്കൻ കൊച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മളത് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ ആൺപിള്ളേരാരും വിചിത്ര ജീവികളൊന്നും അല്ല, അവർ വളരെ നല്ല മനുഷ്യരാണ്. പെൺകുട്ടികളെ പോലെ തന്നെ എല്ലാ ഫ്രീഡവും ഉള്ള, എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും ആഗ്രഹിക്കുന്ന, മനുഷ്യത്വമുള്ള നല്ല ആൾക്കാർ തന്നെയാണ് അവരും. അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. എല്ലാ ആൺകുട്ടികളും മോശക്കാരല്ല. അവര് വളരെ സ്നേഹവും കെയറിങ്ങും ഒക്കെ തരാനും കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ആസ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാലും മതി. അത് ആൺകുട്ടികൾ ഒരിക്കലും എല്ലാ ഫ്രണ്ട്ഷിപ്പും മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ചിലപ്പം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ആദ്യം ക്ലിയർ ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. വേറൊരു പെൺകുട്ടിയെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടാൽ നമ്മൾ പറയാം, എടാ അത് വേണ്ട കേട്ടോ, അത് മോശമായി, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെയും അവനത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അവൻ മോശം. ആദ്യം പറഞ്ഞ് പിന്നെ അവനത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ വളരെ നല്ലൊരു ചെറുക്കനല്ലേ, അവൻ വളരെ നല്ലൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെൺപിള്ളേരുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചിലപ്പം പലർക്കും പലതുപോലെയാണ്. പെൺകുട്ടികളോട് മാത്രം സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. പെൺകുട്ടികളും വളരെ അങ്ങനെ ആൺകുട്ടി ഫ്രണ്ടായിരിക്കുക പെൺകുട്ടി ഫ്രണ്ടായിരിക്കുക എന്നുള്ളതില്ല. നമുക്ക് അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ അവരോട് കൂട്ടുകൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ ആൺകുട്ടി ആയതുകൊണ്ടല്ല നമ്മൾ അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത്.